ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബി ജയിലിലായിരിക്കുകയാണല്ലോ. അവിടെ കിടന്ന് കാണാൻ ചെല്ലുന്ന നവ്യയോടും അതേപോലെ ജലജയോടും എരിവ് കയറ്റി വിടുന്നുണ്ട് അബി. അങ്ങനെ ജലജ വരുമ്പോൾ അബി ജലജയോടായിട്ട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നവ്യയായിട്ട് അമ്മ പിണങ്ങരുത്. നവ്യ കൂടെ ഉള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബലം. എല്ലാ സത്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞാൽ ഒരിക്കലും അവൾ നമ്മുടെ കൂടെ നിൽക്കില്ല. അതുകൊണ്ട് ഒരു കാര്യങ്ങളും അവൾ അറിയാതെ അവളെ എരിവ് കയറ്റി അനന്തപുരി കുളം തോണ്ടിക്കണം. അങ്ങനെ ചേച്ചിയെ അനിയത്തിമാരെ തമ്മിലടിപ്പിക്കണം. അവരെ കൊണ്ട് തന്നെ നവ്യെ കൊണ്ട് തന്നെ അനിയത്തിമാരെ അവരെ ശത്രുക്കളാക്കണം. എന്നിട്ട് അവളുമാർക്കെതിരായിട്ട് നവ്യെ വെച്ച് വേണം നമുക്ക് പകരം വീട്ടാൻ എന്നൊക്കെ അബി ജലജോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ട് ജലജയും എല്ലാത്തിനും സമ്മതം മൂളുന്നുണ്ട്. അതുപോലെ ജലജയും പറയുന്നുണ്ട്, ഞാനും അതുതന്നെയാണ് മോനെ ചെയ്യുന്നത്. നവ്യെ എങ്ങനെയെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എരിവ് കയറ്റുന്നുണ്ട്. ആ അനന്തപുരി ഞാൻ അവളെ കൊണ്ട് തന്നെ കുളം തോണ്ടിക്കും. എന്നാൽ ശരിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജലജയും അവിടെ നിന്ന് പോവുകയാണ്. നവ്യയും അബിയെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു സമയത്ത് അബി നവ്യയോട് പറയുന്നുണ്ട്, അല്ലെങ്കിലും നമുക്ക് അനന്തപുരിയിൽ ഒരു വിലയുമില്ല. ഞാൻ വെറും പുറമ്പോക്കായിട്ടാണ് അവിടെ എല്ലാവരും കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ തെറ്റ് ചെയ്ത ആദർശേട്ടനെ ആരും ഒന്ന് വഴക്കു പറയുവോ ഒന്നും നടപടി എടുക്കുകയോ പോലും ചെയ്തില്ല. ഇത്രയും ചെറിയ തെറ്റ് ചെയ്ത് എന്നെ ജയിലിനകത്താക്കിയിരിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും എന്നെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനോ ഒന്ന് ജാമ്യം എടുക്കാനോ പോലും എൻ്റെ അരികിലേക്ക് പോലും ഒന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളൊക്കെ വെറും പുറമ്പോക്കുകളാണ്. അതുപോലെ തന്നെ നാളെ എൻ്റെ ഈ അവസ്ഥ തന്നെയായിരിക്കും എൻ്റെ കുഞ്ഞിനും. ഇല്ലേ, നീ നോക്കിക്കോ, ആദർശേട്ടനും നയനയ്ക്കും കുഞ്ഞ് പിറന്ന് നമ്മുടെ കുഞ്ഞിനെ പിന്നെ ആരും മൈൻഡ് ചെയ്തില്ല. എല്ലാവരും ആ കുഞ്ഞിനെ മാത്രം മതിയായിരിക്കും. നമ്മുടെ കുഞ്ഞ് ഇപ്പം എൻ്റെ അതേ അവസ്ഥയിലായിത്തരും. ഇല്ലേ, നീ നോക്കിയോ എന്നൊക്കെ അബി പറഞ്ഞെരിവ് കയറ്റുകയാണ് നവ്യനെ. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നീ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ എന്നൊക്കെ അബി പറഞ്ഞു കൊടുക്കുകയാണ് നവ്യയോട്. നവ്യ അപ്പം പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അബി, ഇനി നിൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടാകും. അതിനി എന്തിനാണെങ്കിലും ശരി എന്നൊക്കെ നവ്യ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അബിക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്. താൻ ഇനി എന്തെല്ലാം തെറ്റ് ചെയ്താലും ഇനി ആരെങ്കിലും കൊന്നു എന്ന് പറഞ്ഞാൽ പോലും നവ്യ ഇനി അബിയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഇനി എന്നെ ഈ അവസ്ഥയിലാക്കിയ അനന്തപുരിയിലുള്ള ഒറ്റ ഒരാളും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പാടില്ല. നീ അതിനു വേണ്ടിയിട്ട് അവർ മനസമാധാനം കളയാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ നയനയുടെ കുഞ്ഞ് ജനിച്ച നമ്മുടെ കുഞ്ഞ് രണ്ടാം തരക്കാരനായി പോവും. അതുകൊണ്ട് അതും ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടി നീ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിങ്ങനെ നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ മൊത്തത്തിൽ ആൾ മാറിയൊരു നവ്യയാണ് പിന്നീട് അനന്തപുരിയിലേക്ക് ചെല്ലുന്നത്. പണ്ട് നവ്യയ്ക്കുണ്ടായിരുന്ന അതേ സ്വഭാവം, എന്തിനും ഏതിനും നവ്യ പ്രശ്നങ്ങളുണ്ടാക്കി അനന്തപുരിയിലുള്ളവരുടെ മനസ്സമാധാനം തകർക്കും എന്ന തീരുമാനത്തോടു കൂടിയാണ് തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നത്. തൻ്റെ ഭർത്താവിനെ ജയിലിലാക്കിയവരോടും അതിനെ കൂട്ടുനിന്നവരോടും ഒക്കെ ഉള്ള ദേഷ്യത്തിലാണ് നവ്യ അപ്പോൾ. നയനയോടും നന്ദുവിനോടും അതുപോലെ ആദർശിനോടും ദേവയാനിയോടുമൊക്കെ തീർത്താൽ തീരാത്ത പകയാവുകയാണ് നവ്യയ്ക്ക്. അബിക്ക് സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ജലജയോടും നവ്യയോടും ഒക്കെ മൊത്തത്തിൽ അനന്തപുരിയിലുള്ളവർക്ക് ഒരു രണ്ട് രീതിയിൽ കാണാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യവും സഹിക്കാൻ പറ്റുന്നില്ല. നവ്യ മുത്തശ്ശനോടായിട്ട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആദർശിനെ ആർക്കും ഒന്നും പറയാനുമില്ല. എല്ലാവരും തലയിൽ കയറ്റി വെച്ച് നടക്കുകയാണ്. നിസ്സാരം ചെറിയ തെറ്റ് ചെയ്ത എൻ്റെ അബിയെ എന്തിനാണ് ജയിലിൽ കയറ്റിയത്? നിങ്ങൾ വിചാരിച്ചാൽ അബിയെ പുറത്തിറക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ജാമ്യത്തിൽ എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിൽ നിന്ന് ആരും അതിനുവേണ്ടി മുതിരുക പോലും ചെയ്തില്ല. അബിയെ ഒന്ന് അവിടെ പോയി കാണാൻ പോലും ആരും തയ്യാറായില്ല. എനിക്ക് മനസ്സിലായി ഇപ്പോൾ. ഇത്രയും നാളും അമ്മ പറയുമെങ്കിലും എടുത്ത് വളർത്തിയത് കൊണ്ട് എന്നോട് അനന്തപുരിയിലുള്ളവർക്ക് ഇത്രയ്ക്കിത്ര സ്നേഹമേ ഉള്ളൂ എന്നൊക്കെ പറയുമെങ്കിൽ ഞാനത് ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്കെല്ലാം ബോധ്യമായി. അബിയുടെ അമ്മയും എപ്പോഴും രണ്ടാം തരം തന്നെയാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ നയനയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. നയന നവ്യയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ നവ്യ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ നയന നവ്യയുടെ വലിയൊരു ശത്രുവായി തന്നെ മാറുകയാണ്. നയനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ നവ്യ കൂടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ജലജയും നവ്യയോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇല്ലാത്തതും പൊല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജലജ നവ്യയ്ക്ക് എരിവ് കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് നയനയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് ദേവയാനി തന്നെയാണ്. പലതരം ജ്യൂസുകളായിട്ടും പലഹാരങ്ങളായിട്ടും വയറ് നിറച്ചും ഭക്ഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നയനയുടെ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതും ആരോഗ്യത്തെപ്പറ്റിയൊക്കെ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നതും വേണ്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ ദേവയാനി തന്നെയാണ്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ നവ്യയ്ക്കാണ് പിന്നെയും നയനയോടുള്ള ദേഷ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നവ്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു കെയറും നവ്യയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ദേഷ്യം കൂടുകയാണ് നവ്യയ്ക്ക്. അങ്ങനെ ജലജ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ദേവയാനി അവിടെ നയനയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ജ്യൂസ് തയ്യാറാക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് ജലജ ദേവയാനി കാണാതെ ഒരിടത്ത് മറിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് കലക്കി വെച്ചതിന് ശേഷം നയനെ വിളിക്കാനായിട്ട് ദേവയാനി റൂമിലേക്ക് പോകുന്നുണ്ട്. ദേവയാനി പോയ സമയം നോക്കി തന്നെ ജലജ ആരും അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒരു ഗുളിക പൊടിച്ച് ആ ജ്യൂസിൽ കലർത്തുന്നുണ്ട്. അത് അബോർഷന് വേണ്ടിയിട്ടുള്ള ഗുളികയായിരുന്നു. അങ്ങനെ അത് ജ്യൂസിൽ കലക്കിയതിന് ശേഷം ആരും കാണാതെ ജലജ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ജാനകി അപ്പുറത്ത് മാറി നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ജാനകി അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ജാനകി ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഈ ജലജയുടെ മനസ്സ് എന്തൊരു ദുഷ്ടതയാണ്. ഒരു ഗർഭിണിയായ പെണ്ണിനോടാണോ അവൾ ഈ ചതിയൊക്കെ ചെയ്തു വെക്കുന്നത്? എന്നാലും എന്ത് മരുന്നായിരിക്കും അവൾ ആ ജ്യൂസിൽ കലക്കിയത്? ഇനി നയനയെ കൊല്ലാനുള്ള വല്ല മരുന്നുമായിരിക്കുമോ? അതോ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ജാനകി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം ദേവയാനി പോയി നയനയും കൂട്ടിക്കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് കിച്ചണിലേക്ക് ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട്. വരുമ്പോൾ ദേവയാനി നയനയുടെ മുഖം വല്ലാതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തു പറ്റി? മുമ്പേ നവ്യ പറഞ്ഞതൊക്കെ ഓർത്ത് മോൾ ആകപ്പാടെ സങ്കടത്തിലാണോ? അതെ അമ്മേ, എന്നാലും ഇത്രയൊക്കെ ആയിട്ടും ചേച്ചി നമ്മളെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്താ മോളെ ഇത്? നിനക്കറിയത്തില്ലേ നിൻ്റെ ചേച്ചിയുടെ സ്വഭാവം? അവൾ നേരത്തെ ഇങ്ങനെ തന്നെയല്ലായിരുന്നോ? ഇടയ്ക്ക് കുറച്ച് നാൾ അവളുടെ സ്വഭാവം നന്നായി നിങ്ങളെല്ലാം സ്നേഹിച്ചും നല്ല രീതിയിൽ മുന്നോട്ട് പോയി. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയതിനേക്കാൾ അവൾക്ക് ശത്രുത കൂടിയിരിക്കുകയാണ്. അപ്പോൾ നയന സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ചേച്ചിയുടെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറിയതായിരുന്നു. ഞങ്ങളെയെല്ലാം നല്ല രീതിയിൽ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയതുപോലെയായി. ഇത്രയൊക്കെ ആയിട്ടും അഭിയാണ് ഈ തെറ്റൊക്കെ ചെയ്തതെന്നുള്ളതിന് ചേച്ചിക്ക് ഒട്ടും വിശ്വാസമാകുന്നില്ല. ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും കൺകണ്ട ദൈവം തന്നെയാണ് അഭി. ആദർശേട്ടൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം അഭിയെ ജയിലിലാക്കിയത് എന്നൊക്കെയാണ് ഇപ്പോൾ ചേച്ചി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോൾ അതൊന്നും ഓർത്ത് ഇപ്പോൾ വിഷമിക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലും ഒരിക്കൽ സത്യം മനസ്സിലായി കഴിയുമ്പോൾ നവ്യ എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരും. തൽക്കാലം മോൾ അതൊന്നും മനസ്സിലാക്കി മൈൻഡ് ചെയ്യുകയേ വേണ്ട എന്നൊക്കെ ദേവയാനി പറഞ്ഞ് നയനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി അടിച്ചു വെച്ച ജ്യൂസിനെ എടുത്തുകൊണ്ട് വന്ന് നയനയുടെ കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ നീ കുടിക്കണം, നിനക്ക് ബ്ലഡ് കുറവാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ കുടിക്കുന്നത് മോളുടെ ആരോഗ്യത്തിന് തന്നെ നല്ലതാണ് എന്നും പറഞ്ഞ് ആ ജ്യൂസ് നിർബന്ധിച്ച് ദേവയാനി കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനയെ ജ്യൂസ് കുടിക്കാൻ നിർബന്ധിക്കുകയാണ്. ഈ സമയത്ത് ജയൻ അങ്ങോട്ട് വന്ന് ദേവയാനിയെ വിളിക്കുന്നുണ്ട്. മോൾ ഇത് മുഴുവൻ കുടിക്കണേ എന്നും പറഞ്ഞ് ദേവയാനി ജയൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നയന അമ്മ കഷ്ടപ്പെട്ട് തനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ജ്യൂസല്ലേ, അത് കുടിച്ചേക്കാം എന്നുള്ള ഇതിൽ ജ്യൂസ് കയ്യിലെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ജ്യൂസ് കുടിക്കാനായിട്ട് നയന തുടങ്ങുമ്പോഴത്തേനും അത് കണ്ടുകൊണ്ട് ജാനകി ഓടി വന്ന് മോളെ അത് കുടിക്കില്ലേ എന്നും പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. ഒന്നും മനസ്സിലാകാതെ നയന അന്തം വിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചെറിയമ്മ, എന്താ പറ്റിയേ? അമ്മ ഉണ്ടാക്കി വെച്ച ജ്യൂസല്ലേ, എന്തിനാ ചെറിയമ്മ അത് തട്ടിക്കളഞ്ഞ്? അത് പിന്നെ മോളെ, ആ ജ്യൂസിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് തട്ടിക്കളഞ്ഞ്. നയന ചോദിക്കുന്നുണ്ട്, ചെറിയമ്മ എന്തായി പറയുന്നേ? ഇത് അമ്മ എനിക്കാക്കി ഉണ്ടാക്കിക്കൊണ്ട് തന്ന ജ്യൂസല്ലേ, അതിനകത്ത് എങ്ങനെ വിഷം കലർത്തുന്നേ? ചെറിയമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എൻ്റെ മോളെ, അതിനകത്ത് ചേച്ചി ഉണ്ടാക്കി തന്ന ജ്യൂസിനകത്ത് വിഷം നല്ല പറഞ്ഞേ, അല്ലാതെ ചേച്ചി വിഷം കലർത്തിയെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചേച്ചി അത് ഉണ്ടാക്കി വെച്ചിട്ട് നിന്നെ വിളിക്കാനായി വീട്ടിലേക്ക് കയറി വന്നില്ലേ, ആ സമയത്ത് ജാനകി അതിൽ എന്തോ കലക്കുന്നത് ഞാൻ കണ്ടു.
എന്താ ചെറിയമ്മ പറയുന്നത്? അപ്പച്ചി ജ്യൂസിൽ വിഷം കലർത്തിയെന്നോ? ഇത് കേൾക്കുമ്പോഴത്തേനും ജാനകി പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഈ സമയത്ത് ജലജ തന്നെയാണ് വിഷം കലർത്തിയെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ വീട്ടിലൊരു പുകിലുണ്ടാവും. അതുകൊണ്ട് അത് വേണ്ട, വേറെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം എന്ന്. അപ്പോഴത്തേനും ജാനകി പറയണേ, ജലജ അപ്പച്ചി വിഷം കലർത്തി എന്നല്ല ഞാൻ പറഞ്ഞത്. ജലജയും ഇങ്ങോട്ട് വന്നായിരുന്നു. ആ സമയത്ത് ഒരു ചെലന്തി ആ ജ്യൂസിനകത്ത് വീണു. അതിനെ ഞാൻ എടുത്തു കളഞ്ഞു. അത് നിനക്ക് തരരുതെന്ന് പറയാനായിട്ട് ഞാൻ അപ്പച്ചിയെ തപ്പി പോയതാണ്. സോറി, ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചിയെ തപ്പി വന്നതാണ്. അവിടെ നിന്നും നോക്കിയിട്ട് ചേച്ചിയെ കണ്ടില്ല. ഞാൻ ദേ തിരികെ വന്നപ്പോൾ മോള് ആ ജ്യൂസ് കുടിക്കാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ടാണ് അത് കഴിക്കല്ലെന്ന് പറഞ്ഞത്. അപ്പം നയനയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്. ആദ്യം അപ്പച്ചി വിഷം കലർത്തിയെന്ന് തന്നെയല്ലേ ചെറിയമ്മ പറഞ്ഞത്? ആയിട്ട് എന്താണ് പെട്ടെന്ന് വിഷയം മാറ്റിയത് എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് നയന. എന്തായാലും എനിക്ക് സന്തോഷമായി. എനിക്കൊരു അപകടമെന്ന് കണ്ടപ്പോൾ ചെറിയമ്മ അത് വിളിച്ചു പറഞ്ഞല്ലോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ആ അനാമിക വന്ന് എൻ്റെ മനസ്സിൽ കുത്തി നിറച്ച് വെച്ച വിഷം. അതുകൊണ്ടാണ് ഞാൻ ആ ഇടയ്ക്ക് മോളോട് സ്നേഹത്തോടെ പെരുമാറാതിരുന്നതും ഒക്കെ. ഇപ്പം എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് നെല്ലും പതിരും തമ്മിൽ തിരിച്ചറിയാനുള്ള നല്ല കഴിവുണ്ട്. നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് തിരഞ്ഞെടുക്കാനുള്ളത്. ഇനി ഒരിക്കലും ചെറിയമ്മ പഴയതുപോലെ ആവില്ല. അതുപോലെ തന്നെ ചേച്ചി ഉണ്ടാക്കി വെച്ചതാണെങ്കിലും ഞാൻ ഉണ്ടാക്കി തരുന്നതാണെങ്കിലും ഏതൊരു സാധനം നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മോള് കഴിക്കാവുള്ളൂ. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ തന്നെ നയനയ്ക്ക് നല്ല സംശയം കൂടുകയാണ്. ആദ്യം പറഞ്ഞു അപ്പച്ചിയാണത് ഈ വിഷം കലർത്തിയെന്ന്. പിന്നീട് പറഞ്ഞു വിഷം ചിലന്തി വന്നു വീണതാ, ചെറിയമ്മ എടുത്ത് കളഞ്ഞതാണെന്നൊക്കെ. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. മിക്കവാറും ഇനി അപ്പച്ചി തന്നെയായിരിക്കുമോ ഇതിൽ വിഷം കലർത്തിയത്? അത് പറയാൻ ഞാൻ ഇവിടെ വേറെ വലിയ വിഷയമുണ്ടാകുന്ന ഓർത്ത് അമ്മായി അത് ചെറിയമ്മ അത് മറച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നപ്പോൾ ജ്യൂസും ഗ്ലാസ്സും ഒക്കെ തറ കിടക്കുന്ന കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നു, ഇതെന്താ മോളെ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതല്ലേ, നീ എന്താ ഇത് കളഞ്ഞേ? അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മേ ഇത് ഞാൻ കളഞ്ഞതല്ല. ഞാൻ കുടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഓടി വന്ന് ചെറിയമ്മ അത് തട്ടി താഴെ ഇട്ടു. ജാനകി എന്തിനാ ഈ ജ്യൂസ് തട്ടിക്കളഞ്ഞത്? ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ, അവളെന്തിനാ അത് തട്ടിക്കളയാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ ഈ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിക്കാനായി മുകളിലേക്ക് വന്ന സമയത്ത് അതിനകത്ത് ചെലന്തിയോ മറ്റോ വീണുവെന്നും അത് ചെറിയമ്മ എടുത്തു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നിന്നോട് കുടിക്കരുതെന്ന് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പൊട്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അത് വീണ കാര്യം പറയാനും കുടിക്കില്ലെന്ന് പറയാനൊക്കെ ആയിട്ട് അമ്മയെ തെറ്റി ചെറിയമ്മ നടക്കുമായിരുന്നെന്ന്. തിരികെ വന്നപ്പോൾ ഞാനത് കുടിക്കാനായിട്ട് തുടങ്ങുന്നതാണ് കണ്ടത്, അതാ തട്ടിക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാനതുപോലെ ശ്രദ്ധിച്ച് ചെയ്തതാണ്. പിന്നെ എങ്ങനെ അതിനകത്ത് ചിലന്തി വീഴാനാണ്? അത് പിന്നെ അമ്മ എന്നെ വിളിക്കാനായിട്ട് മുകളിലേക്ക് വന്നില്ലേ, ആ സമയത്തായിരിക്കും. പിന്നെ നമ്മൾ എന്തോരം ശ്രദ്ധിച്ച് ചെയ്താലും കണ്ണ് ചിമ്മുന്ന സമയം പോരെ അതിനകത്ത് എന്തെങ്കിലും വീഴാൻ. അതുകൊണ്ട് അത് സാരമില്ല അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതും ശരിയാണ് എന്ന് പറഞ്ഞ് ദേവയാനി ആ ജ്യൂസ് വീണ്ടും മൊത്തം ഗ്ലാസ്സും ചില്ലുകളും എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. നയന പറയുന്നുണ്ട്, താമ ഞാനിതൊക്കെ ക്ലീൻ ചെയ്തോളാം. അത് വേണ്ട, മോക്കിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, മോള് റെസ്റ്റ് എടുത്താൽ മതി. അങ്ങനെ അവിടെ മൊത്തം ദേവയാനി തന്നെ എല്ലാം ക്ലീൻ ചെയ്തിടുകയാണ്. എന്നാലും ദേവയാനിയുടെ മനസ്സിൽ ആകെ ഒരു കൺഫ്യൂഷനുണ്ട്. താൻ നല്ല വൃത്തിക്കും കാര്യത്തിനും ഒക്കെയാണ് അതെല്ലാം ചെയ്തു വെച്ചത്, പിന്നെ എങ്ങനെ അതിൽ ചിലന്തി കയറാനാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന ജാനകിയാണെങ്കിൽ നേരെ ചെല്ലുന്നത് ജലജയുടെ റൂമിലാണ്. ജലജയുടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത്? ഓരോ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തുകൊണ്ട് വരുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? ജാനകി ചോദിക്കുന്നുണ്ട്, നീ എന്താ? ജലജ ഇപ്പോൾ പറയുന്നുണ്ട്, നീ എന്താ ജാനകി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? നീ ഒന്നും ചെയ്തില്ലല്ലേ? നീ അടുക്കളയിൽ ചേച്ചി ഉണ്ടാക്കി വെച്ച് ജ്യൂസിൽ ചെയ്തതൊക്കെ ഞാൻ കണ്ടു. ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്ത് കണ്ടെന്നായി പറയുന്നേ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്തില്ലല്ലേ? ഞാൻ കണ്ടിരുന്നു നീ ആ ജ്യൂസിനകത്ത് പോയിസൺ കലക്കുന്നത്. അതെന്തിനുള്ള പോയിസണാ? നയനെ കൊല്ലാനുള്ളതായിരുന്നോ, അതോ നയനയുടെ കുഞ്ഞിനെ കൊല്ലാനുള്ളതോ? നീ എന്തൊക്കെയാ ജാനകി പറയുന്നത്? അത് പോയിസണൊന്നുമല്ല, അത് കുങ്കുമപ്പൂ എടുത്ത് ഞാൻ കലക്കി അവൾക്ക് കൊടുത്ത എന്നൊക്കെ വിക്കി പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്,
നീ കുങ്കുമപ്പൂ കലക്കി കുടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. അത് നീ നയനയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. ജലജ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഓ എന്നു മുതലാണാവോ ചേച്ചിക്ക് നയനയോട് ഇത്ര സ്നേഹം തോന്നി തുടങ്ങിയത്? ജാനകി പറയുന്നുണ്ട്, അതിന് എനിക്ക് നയനയോട് വെറുപ്പൊന്നുമില്ല. ഇടയ്ക്കുള്ള ഓരോ തെറ്റിദ്ധാരണ മൂലം അവളോട് ചില സ്നേഹക്കുറവുകളുണ്ടോ എന്നല്ലാതെ എനിക്ക് നയനയോട് യാതൊരു വെറുപ്പുമില്ല. അതുമല്ല, ഞാൻ ആരെയും കൊല്ലാനും ശ്രമിക്കാറില്ല. അതിന് ഞാൻ ആരെയും കൊല്ലാൻ ശ്രമിച്ചെന്ന് ചേച്ചി പോയി പറയുന്നേ? പിന്നെ നീ എന്തിനാണ് ആ ടാബ്ലറ്റ് പൊടിച്ച് ആ ജ്യൂസിനകത്ത് കലക്കിയത്? നീ എന്തൊക്കെയാണ് പറയുന്നത്? അതിന് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും അവൾ ന്യായീകരിക്കുകയാണ്. അപ്പോൾ ജാനകി വീണ്ടും പറയുന്നുണ്ട്, നീ വെറുതെ ഇങ്ങനെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എല്ലാം നേരിട്ട് കണ്ടിട്ടാണ് നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ജലജ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അപ്പോൾ ജാനകി വീണ്ടും പറയുന്നുണ്ട്, ഭാഗ്യത്തിന് നയനെ അത് കുടിക്കുന്നതിന് മുമ്പ് ഞാനത് കണ്ടതുകൊണ്ട് നന്നായി, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്തായേനെ? ഇതൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ജലജ. ജാനകി അപ്പം പറയുന്നുണ്ട്, തൽക്കാലം ഞാൻ ഇക്കാര്യം ആരോടും പറയുന്നില്ല. അത് നിന്നെ ഓർത്തൊന്നുമല്ല. നിന്റെ മകനോ ഇപ്പം ജയിലിലാണ്. അതിൻ്റെ പുറകെ നിന്നെ കൂടെ ഇവിടെ നിന്ന് ഇറക്കി വിടണ്ട എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാനിത് ആരോടും പറയാത്തത്. ഇനിയും നീ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ എനിക്കിത് എല്ലാവരോടും പറയേണ്ടി വരും എന്നൊക്കെ വാണിംഗ് കൊടുത്തിട്ട് ജാനകി അവിടെ നിന്ന് പോവുകയാണ്.